ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാ കൊത്ത് ബീഫ് ഫ്രൈ. തേങ്ങാ കൊത്തും ബീഫും കൂടി കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചിട്ടുണ്ട്. ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആൻഡ് ക്വിക്ക് റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിൽ 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ്. അതൊക്കെ ചേർക്കുമ്പോഴാണ് ഭയങ്കര ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എനിക്ക് വിവരം അറിയിക്കണം കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഒരുപാട് റെസിപ്പീസ് വരാനുണ്ട്. അപ്പോൾ 500 ഗ്രാംസ് ബീഫ് വെച്ചിട്ടാണ് ഈ റെസിപ്പി. 1 കിലോ ബീഫ് എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിൾ ആക്കിയാൽ മതി. അപ്പോൾ 500 ഗ്രാം ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി നന്നായി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം 4 ടീസ്പൂൺ വെളുത്തുള്ളി നന്നായി കൊത്തിയരിഞ്ഞത്, 3 ടീസ്പൂൺ ഇഞ്ചി അതും കൊത്തിയരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇതാ നമ്മുടെ ഫസ്റ്റ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, 1/4 ടീസ്പൂൺ ഉലുവ ബീഫിൽ എപ്പോഴും ഇടാത്തതാണ്, പക്ഷെ ഇട്ട് നോക്ക്, ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന്. പിന്നെ ഉപ്പ് പാകത്തിന് ഇടാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പിട്ട്. കൂടുതൽ ഉപ്പ് ഈ സമയത്ത് ഇടരുത്, കാരണം ഇത് ഇങ്ങനെ വറ്റി വരാനുള്ളതാണ്. അപ്പോൾ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. പോരെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. അപ്പോൾ കൈ കൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. വേണമെങ്കിൽ കുറച്ച് നേരം പറ്റി വയ്ക്കാം, നിർബന്ധമില്ല. ബീഫിന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും, എന്നാലും കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്, അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാൻ ഒരു ശകലം. എന്നിട്ട് നമുക്ക് ഇത് പ്രഷർ കുക്ക് ചെയ്യാം. നിങ്ങളുടെ ബീഫിൻ്റെ വേവ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ബീഫ് വെന്ത് കിട്ടണം, പക്ഷേ ഒരുപാട് ഓവർ വേവരുത്, കാരണം നമ്മളിതൊന്നും കൂടി ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒരു 7 സ്റ്റീം വെസ്സിൽ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ കണ്ടോ, നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ ബീഫ് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി പ്രഷർ കുക്ക് ചെയ്യണില്ല, ഇത് ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. പക്ഷെ തീരെ അടിയിലൊന്നും പിടിക്കാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ കിട്ടണം. ബീഫ് നല്ല പാകത്തിന് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് വലിയൊരു ചീനച്ചട്ടി എടുക്കാം. നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് ചൂടാക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാൻ പോകണം. ചെറിയ പീസായിട്ട് മുറിച്ച് തേങ്ങാക്കൊത്താണ്, ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെത്തി മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആവണം, അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒന്ന് മൂത്ത് വന്ന് ഗോൾഡൻ കളർ ആയി തുടങ്ങുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് കൂടുതൽ വേണ്ട, 1/4 ടീസ്പൂൺ മതി. പിന്നെ തീരെ കടുക് കരിഞ്ഞു പോകാണ്ട് നോക്കണം. വേഗം തന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് രമ്പ ഇല അല്ലെങ്കിൽ സ്ക്രൂ പൈൻ അല്ലെങ്കിൽ പന്തൻ ലീവ്സ് എന്ന് പറയുന്ന ഇലകൾ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഇത് 4 എണ്ണം ഒന്ന് ഇതുപോലെ കെട്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് കിട്ടാനില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ, സാരമില്ല. എന്നാലും അതിൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഒരു പ്രത്യേക ഇത് തന്നെയാണ്, വളരെ നല്ലതാണ്. അത് ഈ ഡിഷിന് ഒരു പ്രത്യേക ടേസ്റ്റും വരുത്തുന്നതാണ്. പിന്നെ 6 8 നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിന ഇല ഇതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്ത് വന്നാൽ മതി. നല്ലൊരു മണവും വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വെന്ത് വറ്റിച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. തീ നന്നായി കൂട്ടി വെച്ചേക്കാണ്. ഇപ്പോൾ ബീഫ് മുഴുവൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ എണ്ണയിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആദ്യം തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഫ്രൈ ചെയ്ത ഇലകളുടെ ഒക്കെ മണം ഈ ബീഫിനൊന്ന് പിടിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ മൂടി വെച്ചിട്ട് തീ കുറച്ചിട്ട് നമ്മളിത് കുറച്ച് നേരം ഇങ്ങനെ വളരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യാൻ പോകണം. പതുക്കനെ കുക്കാവാൻ പാടുള്ളൂ. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇളക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം
ബീഫ് ഒരു വിധം നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ടാകും. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ആ ബീഫ് ഫ്രൈൻ്റെ നല്ലൊരു ടേസ്റ്റും വന്നിട്ടുണ്ട്. ഒരു കഷ്ണം കഴിച്ച് നോക്കിയാൽ പാകം അറിയാം. ഇനി നമുക്ക് ഇതിന് ലീവ്സ് എടുത്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം. ഇതിട്ടിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മളുടെ അടിപൊളി തേങ്ങാക്കൊത്ത് ബീഫ് ഫ്രൈ. ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഫ്രഷ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊന്നും പിച്ചി കൊടുത്തിട്ട് കൊടുത്താൽ മതി. ഫ്രഷ് സ്മെല്ലൊന്നും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഏറ്റവും അവസാനം നമുക്ക് തീ ഓഫാക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, എൻ്റെ നാടൻ കറി മസാല അല്ലെങ്കിൽ നാടൻ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ മതി. എന്നിട്ട് കുറച്ച് പച്ചമല്ലി ഇല ചോപ്പ് ചെയ്ത് മുകളിലിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് ബീഫ് ഫ്രൈ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നന്നായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഈ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബീഫ് ഫ്രൈ ആണ്. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഉലുവ കൂടരുത്, കടുക് കൂടരുത്, കടുക് തീരെ കരിഞ്ഞു പോകരുത്. പിന്നെ നമ്മുടെ ബീഫ് പാകത്തിന് വെന്തതിന് ശേഷം വേണം ഫ്രൈ ചെയ്ത് എടുക്കാൻ. ആദ്യത്തെ സ്റ്റേജിൽ കൂടുതൽ വെന്ത് പോകരുത് പ്രഷർ കുക്കറിൽ, കാരണം നമുക്കത് പിന്നെയും ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഈ റെസിപ്പി ഇതേപോലെ ഫോളോ ചെയ്ത് നല്ല അടിപൊളി തേങ്ങാക്കൊത്ത് ബീഫ് ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാം. റെസിപ്പി സിമ്പിൾ അല്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.